നമസ്കാരം ഫ്രണ്ട്സ്, എല്ലാവർക്കും റീസ്റ്റാർട്ട് PSCയുടെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കുറച്ചധികം ചോദ്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഡിഗ്രി ലെവൽ എക്സാമുകൾക്ക് തയ്യാറെടുക്കുന്ന സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റ്, SI അതുപോലെ തന്നെ KS പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്ന എല്ലാവർക്കും ഉപകാരപ്രദമാകുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ചധികം ചോദ്യങ്ങളാണ്. ഡിഗ്രി ലെവൽ എക്സാമുകൾക്ക് വേണ്ട ചോദ്യങ്ങളാകൊണ്ട് തന്നെ കുറച്ച് നിലവാരം കൂടിയ ചോദ്യങ്ങളാണ്. വേൾഡ് ഹിസ്റ്ററിയിൽ നിന്നൊക്കെ ഒരുപാട് ചോദ്യങ്ങൾ നമ്മളിവിടെ നോക്കും. അപ്പോൾ ക്ലാസ് മുഴുവനായിട്ടും കേൾക്കാൻ ശ്രമിക്കുക. അറിയാത്ത കാര്യങ്ങൾ നോട്ടുകൾ തയ്യാറാക്കിയിട്ട് തന്നെ പഠിക്കുക, മറ്റേതൊക്കെ റിവൈസ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് ഈ ക്ലാസ്സിലോട്ട് കിടക്കാം. ടോപ്പിക് വൈസാണ് നമ്മുടെ ഈ ക്ലാസ്സിലുള്ള ചോദ്യങ്ങൾ. ചരിത്രം, ഭൂമിശാസ്ത്രം അതുപോലെ തന്നെയുള്ള മറ്റ് ഭാഗങ്ങളിൽ നിന്നും കുറച്ചധികം ചോദ്യങ്ങളാണ് ഇന്നത്തെ ഈ ക്ലാസ്സിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ആദ്യത്തെ ഭാഗത്തോട്ട് കിടക്കാം. ചരിത്രമാണ് ആദ്യത്തെ ഭാഗം. സംഘകാല സാഹിത്യ കൃതികളായ 10 പാട്ടിൽ ഉൾപ്പെടുന്ന പ്രധാന കൃതികൾ ഏവ? സംഘകാല സാഹിത്യ കൃതികളായ 10 പാട്ടിൽ ഉൾപ്പെടുന്ന പ്രധാന കൃതികൾ ഏവ? മധുരൈ കാഞ്ചി, തിരുമുരക്കാറ്റു പടൈ. ഈ 2 കൃതികളാണ് സംഘകാല സാഹിത്യ കൃതികളായ 10 പാട്ടിൽ ഉൾപ്പെടുന്നത്. അടുത്ത ചോദ്യം, പഴന്തമിഴ് പാട്ടുകളിൽ കറിപ്പടപ്പൈ എന്ന് വിളിക്കപ്പെടുന്ന സുഗന്ധവിള ഏത്? പഴന്തമിഴ് പാട്ടുകളിൽ കറിപ്പടപ്പൈ എന്ന് വിളിക്കപ്പെടുന്ന സുഗന്ധവിള കുരുമുളകാണ്, കുരുമുളക്. പ്രാചീന തമിഴകത്ത് കന്നുകാലി കവർച്ചയിൽ ഏർപ്പെട്ടിരുന്നത് ഏതു തിണയിലെ നിവാസികളായിരുന്നു? പാലൈ തിണയിലെ നിവാസികളായിരുന്നു പ്രാചീന തമിഴകത്ത് കന്നുകാലി കവർച്ചയിൽ ഏർപ്പെട്ടിരുന്നത്. പഴന്തമിഴ് പാട്ടുകളിൽ പരാമർശിക്കുന്ന പ്രധാന കാർഷിക വിഭവമായ പഴമേത്? ചക്കയാണ്. പഴന്തമിഴ് പാട്ടുകളിൽ പരാമർശിക്കുന്ന പ്രധാന കാർഷിക വിഭവമായ പഴം ചക്ക. തരിസാപ്പള്ളി ലിഖിതം ഏതു വേണാട് നാടുവാഴിയുടേതാണ്? അയ്യനടികൾ തിരുവടികളുടേതാണ്. തരിസാപ്പള്ളി ലിഖിതം ഏതു വേണാട്ട് നാടുവാഴിയുടേതാണ്? അയ്യനടികൾ തിരുവടികൾ. അടുത്ത ചോദ്യം, കേരളത്തിൽ രചിക്കപ്പെട്ട ആദ്യത്തെ ചരിത്രകൃതിയായി വിലയിരുത്തപ്പെടുന്നത് ഏത്? കേരളത്തിൽ രചിക്കപ്പെട്ട ആദ്യത്തെ ചരിത്രകൃതിയായി വിലയിരുത്തപ്പെടുന്നത് ഏത്? തുഹ്ഫത്തുൽ മുജാഹിദീൻ. 11-ാം നൂറ്റാണ്ടിൽ രചിക്കപ്പെട്ട കേരളത്തിലെ അഥവാ ഇന്ത്യയിലെ തന്നെയും ആദ്യത്തെ രാജവംശാവലി ചരിതമേത്? മൂഷിക വംശമാണ്. ഇന്ത്യയിലെ തന്നെ അഥവാ കേരളത്തിലെ തന്നെ 11-ാം നൂറ്റാണ്ടിൽ രചിക്കപ്പെട്ട ആദ്യത്തെ രാജവംശാവലി ചരിതമേത്? മൂഷിക വംശം. തെക്കൻ പാട്ടുകൾക്ക് ഉദാഹരണങ്ങൾ ഏവ? തെക്കൻ പാട്ടുകൾക്ക് ഉദാഹരണങ്ങൾ ഇരവിക്കുട്ടിപ്പിള്ള പോരുപാട്ട്, പഞ്ചവങ്കാട്ട് നീലിപ്പാട്ട്. ഇസ്രായേലിൻ്റെ പ്രഥമ പ്രധാനമന്ത്രി ആരായിരുന്നു? ബെൻ ഗുരിയോൺ ആയിരുന്നു. ഇസ്രായേലിൻ്റെ പ്രഥമ പ്രധാനമന്ത്രി ബെൻ ഗുരിയോൺ. 1956 ജൂലൈയിൽ സൂയസ് കനാലിനെ ദേശസാൽക്കരിച്ച ഈജിപ്ഷ്യൻ ഭരണാധികാരി ആര്? 1956 ജൂലൈയിൽ സൂയസ് കനാലിനെ ദേശസാൽക്കരിച്ച ഈജിപ്ഷ്യൻ ഭരണാധികാരി ആര്? കേണൽ അബ്ദുൾ നാസർ. 6 ദിന യുദ്ധം എന്നറിയപ്പെട്ട അറബ് ഇസ്രായേൽ സംഘർഷമുണ്ടായ വർഷം 1967 ജൂണിലാണ്. 6 ദിന യുദ്ധം എന്നറിയപ്പെട്ട അറബ് ഇസ്രായേൽ സംഘർഷമുണ്ടായ വർഷം 1967 ജൂണിലാണ്. 1973 നടന്ന അറബ് ഇസ്രായേൽ യുദ്ധം ഏതു പേരിൽ അറിയപ്പെടുന്നു? യോം കിപ്പൂർ യുദ്ധമാണ് 1973 നടന്ന അറബ് ഇസ്രായേൽ യുദ്ധം. പലസ്തീൻ വിമോചന സംഘടന PLO രൂപം കൊണ്ട വർഷം? പലസ്തീൻ വിമോചന സംഘടന അഥവാ PLO രൂപം കൊണ്ട വർഷം 1964. 1969 മുതൽ PLOയെ നയിച്ചത് ആരാണ്? യാസർ അറാഫത്ത്. ശീതസമരം എന്ന ഗ്രന്ഥം രചിച്ചത് വാൾട്ടർ ലിപ്മാനാണ്. ശീതസമരം എന്ന ഗ്രന്ഥം രചിച്ചത്. മുതലാളിത്തവും കമ്മ്യൂണിസവും തമ്മിൽ നടന്ന ആശയപരമായ യുദ്ധം ഏതു പേരിൽ അറിയപ്പെടുന്നു? ശീതസമരം. മുതലാളിത്തവും കമ്മ്യൂണിസവും തമ്മിൽ നടന്ന ആശയപരമായ യുദ്ധം ഏതു പേരിൽ അറിയപ്പെടുന്നു? ശീതസമരം എന്നാണ് അറിയപ്പെടുന്നത്. ആഗോളീകരണം ഗ്ലോബലൈസേഷൻ എന്ന പദം ആദ്യമായി ഉപയോഗിച്ച പ്രസിദ്ധീകരണം ഏത്? ഹാർവാർഡ് എക്കണോമിക് റിവ്യൂ. പലസ്തീൻ വിമോചന സംഘടന PLO രൂപം കൊണ്ട വർഷം 1964. 21-ാം നൂറ്റാണ്ടിൽ പിറവിയെടുത്ത ലോകത്തിലെ ആദ്യത്തെ രാജ്യം കിഴക്കൻ തിമൂറാണ്. ഡച്ച് ഈസ്റ്റ് ഇൻഡീസ് എന്ന് മുൻപ് അറിയപ്പെടുന്ന രാജ്യം ഇന്തോനേഷ്യയാണ്. ഡച്ച് ഈസ്റ്റ് ഇൻഡീസ് എന്ന് മുൻപ് അറിയപ്പെട്ടിരുന്ന രാജ്യം
ഇന്തോനേഷ്യ. ദെൻ ഏത് രാജ്യത്തെ ആത്മീയ നേതാവായിരുന്നു ആയത്തുള്ള ഖൊമേനി? ഇറാൻ്റെ ആത്മീയ നേതാവായിരുന്നു ആയത്തുള്ള ഖൊമേനി. ഇറാനിലെ ആത്മീയ വിപ്ലവം നടന്ന വർഷം 1979. ഇറാനിലെ ആത്മീയ വിപ്ലവം നടന്ന വർഷം 1979. ലോകത്തിൽ ആദ്യമായി ആറ്റം ബോംബ് പ്രയോഗിക്കപ്പെട്ടത് എവിടെ? ജപ്പാനിലെ ഹിരോഷിമയിലാണ്. 1945 ഓഗസ്റ്റ് 6 ആറ്റം ബോംബ് ആദ്യമായി ലോകത്ത് പ്രയോഗിക്കപ്പെട്ടത്. അത് ജപ്പാനിലെ ഹിരോഷിമയിലാണ്. ദെൻ ജപ്പാനിലെ നാഗസാക്കിയിൽ അമേരിക്ക ആറ്റം ബോംബ് പ്രയോഗിച്ചത് എന്നാണ്? ജപ്പാനിലെ നാഗസാക്കിയിൽ അമേരിക്ക ആറ്റം ബോംബ് പ്രയോഗിച്ചത് 1945 ഓഗസ്റ്റ് 9. ദെൻ ഹിരോഷിമയിൽ പതിച്ച ആറ്റം ബോംബിൻ്റെ പേര് ലിറ്റിൽ ബോയ് എന്നും നാഗസാക്കിയിലേത് ഫാറ്റ് മാൻ എന്നുമാണ്. ദെൻ മ്യാൻമാറിനെ ഇന്ത്യയിൽ നിന്ന് വേർപെടുത്തിയ വർഷം 1937. മ്യാൻമാറിനെ ഇന്ത്യയിൽ നിന്നും വേർപെടുത്തിയ വർഷം 1937. ദെൻ ഐക്യരാഷ്ട്രസഭയുടെ ഏഷ്യക്കാരനായ ആദ്യത്തെ സെക്രട്ടറി ജനറൽ യൂത്താണ്ടാണ് ഐക്യരാഷ്ട്രസഭയുടെ ഏഷ്യക്കാരനായ ആദ്യ സെക്രട്ടറി ജനറൽ. അദ്ദേഹം മ്യാൻമാറുകാരനാണ്. ദെൻ ഇംഗ്ലണ്ടിൻ്റെ ചരിത്രത്തിൽ രക്തരഹിത വിപ്ലവം അഥവാ മഹത്തായ വിപ്ലവം എന്നിങ്ങനെ വിശേഷിപ്പിക്കപ്പെടുന്ന സംഭവം അരങ്ങേറിയ വർഷം 1688-89 കാലഘട്ടത്തിലാണ്. ദെൻ ഇംഗ്ലണ്ടിലെ കത്തോലിക്കനായ രാജാവ് ജെയിംസ് രണ്ടാമൻ സ്ഥാനഭ്രഷ്ടൻ ആക്കപ്പെടുകയും പ്രൊട്ടസ്റ്റന്റുകാരിയായ അദ്ദേഹത്തിൻ്റെ പുത്രി മേരി രണ്ടും അവരുടെ ഭർത്താവ് ഡച്ചുകാരനായ വില്യം മൂന്നാമൻ രാജകുമാരനും അധികാരത്തിൽ വരികയും ചെയ്യാനിടയായ സംഭവമാണ് മഹത്തായ വിപ്ലവം അഥവാ ഗ്ലോറിയസ് റെവല്യൂഷൻ എന്നറിയപ്പെടുന്നത്. ഇംഗ്ലണ്ടിലെ കത്തോലിക്കക്കാരനായ രാജാവ് ജെയിംസ് രണ്ടാമൻ ആക്കപ്പെടുകയും പ്രൊട്ടസ്റ്റന്റുകാരിയായ അദ്ദേഹത്തിൻ്റെ പുത്രി മേരി രണ്ടും അവരുടെ ഭർത്താവ് ഡച്ചുകാരനായ വില്യം മൂന്നാമൻ രാജകുമാരനും അധികാരത്തിൽ വരികയും ചെയ്യാനിടയായ സംഭവം മഹത്തായ വിപ്ലവം. ഇംഗ്ലണ്ടിലെ ഭരണ സംവിധാനം മാറ്റിമറിച്ച 1689 നിയമം ഇംഗ്ലീഷ് ബിൽ ഓഫ് റൈറ്റ്സ് ആണ്. ഇംഗ്ലണ്ടിലെ ഭരണ സംവിധാനം മാറ്റിമറിച്ച 1689 നിയമം ഇംഗ്ലീഷ് ബിൽ ഓഫ് റൈറ്റ്സ്. ദെൻ ഇംഗ്ലണ്ടിൽ രാജകീയ വാഴ്ചയ്ക്കുമേൽ പാർലമെൻറ്റ് കൂടുതൽ നിയന്ത്രണം നേടാനിടയായ നിയമനിർമ്മാണം 1689 ബിൽ ഓഫ് റൈറ്റ്സ് ആണ്. ദെൻ രാജ്യത്തെ പ്രൊട്ടസ്റ്റന്റ് ഭൂരിപക്ഷത്തിൻ്റെ ആഗ്രഹങ്ങൾക്ക് വിരുദ്ധമായി കത്തോലിക്കർക്ക് കൂടുതൽ ആരാധനാ സ്വാതന്ത്ര്യം നൽകാനുള്ള ശ്രമങ്ങൾ ഏത് വിപ്ലവത്തിനാണ് കാരണമായി തീർന്നത്? ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവത്തിന് കാരണമായി തീർന്നു. ദെൻ 1687 ഇംഗ്ലണ്ടിൽ ദണ്ഡവിമോചക പ്രഖ്യാപനം നടത്തിയ ഭരണാധികാരി ആര്? 1687 ഇംഗ്ലണ്ടിൽ ദണ്ഡവിമോചന പ്രഖ്യാപനം നടത്തിയ ഭരണാധികാരി ജെയിംസ് രണ്ടാമനാണ്. ജെയിംസ് രണ്ടാമൻ രാജാവിനെതിരെ പാർലമെൻറ്റിൽ ശക്തമായ എതിർപ്പുമായി നിലപാടെടുത്ത രാഷ്ട്രീയ കക്ഷി ഏത്? വിഗ്സ് പാർട്ടിയാണ്. ജെയിംസ് രണ്ടാമൻ രാജാവിനെതിരെ പാർലമെൻറ്റിൽ ശക്തമായ എതിർപ്പുമായി നിലപാടെടുത്ത രാഷ്ട്രീയ കക്ഷി വിഗ്സ് പാർട്ടി. ദെൻ ജനങ്ങളുടെ ഭരണഘടനാപരമായ പൗരാവകാശങ്ങൾക്ക് ജനങ്ങളുടെ ഭരണഘടനാപരമായ പൗരാവകാശങ്ങൾ വ്യക്തമാക്കുകയും രാജവാഴ്ചയിൽ പാർലമെൻറ്റിന് കൂടുതൽ അധികാരം നൽകുകയും ചെയ്ത ഇംഗ്ലണ്ടിലെ നിയമം 1689 ബിൽ ഓഫ് റൈറ്റ്സ് ആണ്. ദെൻ പിൻകാലത്ത് അമേരിക്കയിലെ ബിൽ ഓഫ് റൈറ്റ്സിന് മാതൃകയായി തീർന്ന ഇംഗ്ലണ്ടിലെ നിയമം ഇംഗ്ലീഷ് നിയമം ഏത്? ഇംഗ്ലണ്ടിലെ 1689 ബിൽ ഓഫ് റൈറ്റ്സ് ആണ്. ദെൻ ക്വിറ്റ് ഇന്ത്യ സമര നായിക എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് ആരെ? അരുണ അസഫലിയാണ് ക്വിറ്റ് ഇന്ത്യ നായിക എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത്. ദെൻ 3 വട്ടമേശ സമ്മേളനങ്ങളിലും പങ്കെടുത്ത പ്രമുഖ നേതാവ് ആര്? BR അംബേദ്കർ ആണ്. 3 വട്ടമേശ സമ്മേളനങ്ങളിലും പങ്കെടുത്ത പ്രമുഖ നേതാവ് BR അംബേദ്കർ. ദെൻ ഗാന്ധിജി പങ്കെടുത്ത വട്ടമേശ സമ്മേളനം ഏത്? 2ാം വട്ടമേശ സമ്മേളനത്തിലാണ് ഗാന്ധിജി പങ്കെടുത്തത്. അതിർത്തി ഗാന്ധി എന്നറിയപ്പെട്ടത് ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ. വടക്കുകിഴക്കൻ ഇന്ത്യയിൽ നിയമലംഘന സമരത്തിനു സജീവ സാന്നിധ്യമായിരുന്ന 13 വയസ്സുകാരി ആര്? റാണി ഗൈഡിലിയു ആണ് വടക്കുകിഴക്കൻ ഇന്ത്യയിൽ നിയമലംഘന സമരത്തിന് സജീവ സാന്നിധ്യമായിരുന്നത്. ദെൻ നാഗന്മാരുടെ റാണി എന്ന് ജവഹർലാൽ നെഹ്റു വിശേഷിപ്പിച്ചത് ആരെ? റാണി ഗൈഡിലിയുവിനെയാണ്. ദെൻ അംബേദ്കറും ഗാന്ധിജിയുമായി പൂന സന്ധിയിൽ ഏർപ്പെട്ട വർഷം 1932. അംബേദ്കറും ഗാന്ധിജിയുമായി പൂന സന്ധിയിൽ ഏർപ്പെട്ട വർഷം 1932. ദെൻ ചന്ദ്രശേഖർ ആസാദ്, ഭഗത് സിംഗ്, രാജ്ഗുരു, സുഖ്ദേവ് എന്നിവർ ചേർന്ന് രൂപം നൽകിയ സംഘടന ഹിന്ദുസ്ഥാൻ റിപ്പബ്ലിക്കൻ അസോസിയേഷൻ. ദെൻ
ഖിലാഫത്ത് പ്രസ്ഥാനത്തിൻ്റെ ഇന്ത്യയിലെ നേതാക്കളായിരുന്ന ആരെല്ലാമാണ് അലി സഹോദരന്മാർ എന്നറിയപ്പെട്ടത്? മൗലാന ഷൗക്കത്ത് അലിയും മൗലാന മുഹമ്മദ് അലിയുമാണ്. അലി സഹോദരന്മാർ എന്നറിയപ്പെട്ടത് മൗലാന ഷൗക്കത്ത് അലിയും മൗലാന മുഹമ്മദ് അലിയാണ്. ഇവരാണ് ഖിലാഫത്ത് പ്രസ്ഥാനത്തിൻ്റെ ഇന്ത്യയിലെ നേതാക്കളായിരുന്നത്. ദെൻ അഖിലേന്ത്യാ ഖിലാഫത്ത് കമ്മിറ്റിയുടെ അധ്യക്ഷ പദവി ഏറ്റെടുത്തത് ഗാന്ധിജിയാണ്. അഖിലേന്ത്യാ ഖിലാഫത്ത് കമ്മിറ്റിയുടെ അധ്യക്ഷ പദവി ഏറ്റെടുത്തത് ഗാന്ധിജി. റൗലറ്റ് നിയമത്തിനെതിരായ സമരത്തിന് പഞ്ചാബിൽ നേതൃത്വം നൽകിയത് ആര്? ഡോക്ടർ സത്യപാൽ, ഡോക്ടർ സെയ്ഫുദ്ദീൻ കിച്ലു എന്നിവരാണ്. റൗലറ്റ് നിയമത്തിനെതിരായ സമരത്തിന് പഞ്ചാബിൽ നേതൃത്വം നൽകിയത് ഡോക്ടർ സത്യപാലും ഡോക്ടർ സെയ്ഫുദ്ദീൻ കിച്ലുവുമാണ്. ദെൻ ഏത് നിയമത്തിനെതിരെ നടന്ന പ്രതിഷേധമാണ് ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് കാരണമായത്? റൗലറ്റ് നിയമത്തിനെതിരെ നടന്ന പ്രതിഷേധമാണ് ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് കാരണമായത്. ദെൻ ഗാന്ധിജി കൈസർ എ ഹിന്ദ് പദവി ബ്രിട്ടീഷ് ഗവൺമെൻറ്റിന് തിരികെ നൽകിയത് ഏത് സംഭവത്തിൽ പ്രതിഷേധിച്ചാണ്? ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയിൽ പ്രതിഷേധിച്ചാണ്. ഗാന്ധിജി കൈസർ എ ഹിന്ദ് പദവി ബ്രിട്ടീഷ് ഗവൺമെൻറ്റിന് തിരികെ നൽകിയത് ഏത് സംഭവത്തിൽ പ്രതിഷേധിച്ചാണ്? ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയിൽ പ്രതിഷേധിച്ചാണ്. ദെൻ ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയിൽ പ്രതിഷേധിച്ച് ബ്രിട്ടീഷുകാർ നൽകിയ സർ പദവി ഉപേക്ഷിച്ചത് ആരാണ്? രവീന്ദ്രനാഥ് ടാഗോറാണ്. രവീന്ദ്രനാഥ് ടാഗോർ. ദെൻ ഗ്രേറ്റ് സെന്റിനൽ മഹാനായ കാവൽക്കാരൻ എന്ന് അഥവാ മഹാനായ കാവൽക്കാരൻ എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് ആരെയാണ്? രവീന്ദ്രനാഥ ടാഗോറിനെയാണ്. ദെൻ ഗാന്ധിജി രാജർഷി എന്ന് വിളിച്ച നേതാവ് ആരായിരുന്നു? പുരുഷോത്തം ദാസ് ടണ്ടനാണ്. ഗാന്ധിജി രാജർഷി എന്ന് വിളിച്ച നേതാവ് ആരായിരുന്നു? പുരുഷോത്തം ദാസ് ടണ്ടൻ. ഇത്രയാണ് ചരിത്രത്തിൽ നിന്നുള്ള ചോദ്യങ്ങൾ. ഇനി നമുക്ക് ഭൂമിശാസ്ത്രത്തിൽ നിന്നുള്ള ചോദ്യങ്ങൾ നോക്കാം. സൂര്യനിൽ ദ്രവ്യം സ്ഥിതി ചെയ്യുന്ന അവസ്ഥ പ്ലാസ്മ അവസ്ഥയാണ്. സൂര്യനിൽ ദ്രവ്യം സ്ഥിതി ചെയ്യുന്ന അവസ്ഥ പ്ലാസ്മ അവസ്ഥ. സൂര്യനും ഭൂമിയുമായുള്ള ശരാശരി അകലം ഏതാണ്ട് എത്ര കിലോമീറ്ററാണ്? 15 കോടി കിലോമീറ്ററാണ് സൂര്യനും ഭൂമിയുമായുള്ള ശരാശരി അകലം. ദെൻ സൂര്യനും ഭൂമിയുമായുള്ള ശരാശരി അകലം ഏതു പേരിൽ അറിയപ്പെടുന്നു? ആസ്ട്രോണമിക്കൽ യൂണിറ്റ് എന്നാണ്. ആസ്ട്രോണമിക്കൽ യൂണിറ്റ് എന്നറിയപ്പെടുന്നത് സൂര്യനും ഭൂമിയും തമ്മിലുള്ള അകലമാണ്. ദെൻ സൗരയൂഥത്തിലെ ദൂരങ്ങൾ രേഖപ്പെടുത്തുന്ന ഏകകം ഏത്? ആസ്ട്രോണമിക്കൽ യൂണിറ്റിലാണ്. സൗരയൂഥത്തിലെ ദൂരങ്ങൾ രേഖപ്പെടുത്തുന്ന ഏകകം ആസ്ട്രോണമിക്കൽ യൂണിറ്റ്. ദെൻ സൂര്യനോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഗ്രഹം ബുധൻ. സൂര്യനോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഗ്രഹം ഏത്? ബുധനാണ്. സൂര്യനോട് ഏറ്റവും അടുത്തുള്ള രണ്ടാമത്തെ ഗ്രഹം ശുക്രനാണ്. സൂര്യനിൽ നിന്ന് അകലത്തിൽ എത്രാമതാണ് ഭൂമിയുടെ സ്ഥാനം? 3-ാമതാണ്. സൂര്യനിൽ നിന്ന് ഏറ്റവും അകലെയുള്ള ഗ്രഹം നെപ്റ്റ്യൂൺ. സൗരയൂഥത്തിലെ ഏറ്റവും വലിയ ഗ്രഹം വ്യാഴവും വലുപ്പത്തിൽ 2-ാം സ്ഥാനത്തുള്ള ഗ്രഹം ശനിയുമാണ്. ഗ്രഹങ്ങൾക്കിടയിൽ വലുപ്പത്തിൽ എത്രാം സ്ഥാനമാണ് ഭൂമിക്ക്? 5-ാം സ്ഥാനമാണ് ഗ്രഹങ്ങൾക്കിടയിൽ വലുപ്പത്തിൽ ഭൂമിക്ക്. ദെൻ സൗരയൂഥത്തിലെ ഏറ്റവും ചെറിയ ഗ്രഹം ഏത്? ബുധനാണ്. സൗരയൂഥത്തിലെ ഏറ്റവും ചെറിയ ഗ്രഹം ബുധൻ. ദെൻ വലുപ്പം ഏറ്റവും കുറഞ്ഞ രണ്ടാമത്തെ ഗ്രഹം ചൊവ്വ. വലുപ്പം ഏറ്റവും കുറഞ്ഞ രണ്ടാമത്തെ ഗ്രഹമാണ് ചൊവ്വ. ദെൻ അടുത്ത ചോദ്യം, സൂര്യൻ്റെ ഉപരിതലത്തിലെ ശരാശരി താപനില എത്രയാണ്? സൂര്യൻ്റെ ഉപരിതലത്തിലെ ശരാശരി താപനില എത്രയാണ്? 5505 ഡിഗ്രി സെൽഷ്യസ് ആണ്. 5505 ഡിഗ്രി സെൽഷ്യസ്. ഭൂമിയുടെ ഏറ്റവും അടുത്തുള്ള നക്ഷത്രം ഏതാണ്? സൂര്യൻ. ഭൂമിയുടെ ഏറ്റവും അടുത്തുള്ള നക്ഷത്രം സൂര്യൻ. ഭൂമി സൂര്യന് ഏറ്റവും അടുത്ത് വരുന്നത് വർഷത്തിലെ ഏത് ദിവസമാണ്? ജനുവരി 3-നാണ് ഭൂമി സൂര്യന് ഏറ്റവും അടുത്ത് വരുന്നത്. ജനുവരി 3. ദെൻ ഭൂമി സൂര്യന് ഏറ്റവും അകലെ വരുന്നത് ഏത് ദിവസമാണ്? ജൂലൈ 4-നാണ്. ഭൂമി സൂര്യന് ഏറ്റവും അകലെ വരുന്നത് ജൂലൈ 4. ദെൻ ഭൂമിയിലെ ഊർജത്തിൻ്റെ ഏറ്റവും പ്രധാന ഉറവിടം എന്ത്? സൂര്യനാണ്. ഭൂമിയുടെ ഊർജത്തിൻ്റെ ഏറ്റവും പ്രധാന ഉറവിടം സൂര്യൻ. സൂര്യനിൽ നിന്നുള്ള താപം ഭൂമിയിലെത്തുന്നത് ഏത് രീതിയിലാണ്? വികിരണം വഴി അഥവാ റേഡിയേഷൻ വഴിയാണ്. വികിരണം അഥവാ റേഡിയേഷൻ. ദെൻ സൂര്യൻ്റെ ദൃശ്യമായ പ്രതലം എങ്ങനെ അറിയപ്പെടുന്നു? ഫോട്ടോസ്ഫിയർ എന്നറിയപ്പെടുന്നതാണ് സൂര്യൻ്റെ ദൃശ്യമായ പ്രതലം. ദെൻ സൂര്യൻ്റെ അന്തരീക്ഷത്തിൻ്റെ ഏറ്റവും മുകളിലത്തെ ഭാഗം കൊറോണ. സൂര്യൻ്റെ അന്തരീക്ഷത്തിൻ്റെ ഏറ്റവും മുകളിലത്തെ ഭാഗമാണ് കൊറോണ. ദെൻ സൂര്യതാപത്തിന് കാരണമാവുന്നത് സൂര്യപ്രകാശത്തിൽ അടങ്ങിയിട്ടുള്ള ഏത് കിരണങ്ങളാണ്? അൾട്രാവയലറ്റ് കിരണങ്ങളാണ്. സൂര്യതാപത്തിന് കാരണമാകുന്നത് സൂര്യപ്രകാശത്തിൽ അടങ്ങിയിട്ടുള്ള ഏത് കിരണങ്ങളാണ്? അൾട്രാവയലറ്റ് കിരണങ്ങൾ. ദെൻ ഏറ്റവും ദൈർഘ്യം കുറഞ്ഞ വർഷമുള്ള ഗ്രഹം ബുധൻ. ഏറ്റവും ദൈർഘ്യം കുറഞ്ഞ വർഷമുള്ള ഗ്രഹം ബുധൻ. ദെൻ ഉപഗ്രഹങ്ങളില്ലാത്ത ഗ്രഹങ്ങൾ ഏതെല്ലാം? ബുധനും ശുക്രനും. ഉപഗ്രഹങ്ങളില്ലാത്ത ഗ്രഹം ബുധനും ശുക്രനും. ഭൂമിയോട് ഏറ്റവും ചേർന്നുള്ള ഗ്രഹം ശുക്രൻ. ഭൂമിയുടെ ഇരട്ട എന്നറിയപ്പെടുന്ന ഗ്രഹം ശുക്രൻ. ഭൂമിയുടെ ഇരട്ട എന്നറിയപ്പെടുന്ന ഗ്രഹം ശുക്രനാണ്. ദെൻ പ്രഭാത നക്ഷത്രം, സായാഹ്ന നക്ഷത്രം എന്നീ പേരുകളുള്ള ഗ്രഹം ശുക്രൻ. പ്രഭാത നക്ഷത്രം, സായാഹ്ന നക്ഷത്രം എന്നീ പേരുകളുള്ള ഗ്രഹം ശുക്രൻ. ദെൻ ഏറ്റവും ചൂട് കൂടിയ ഗ്രഹം ശുക്രൻ. സൂര്യപ്രകാശത്തെ ഏറ്റവും കൂടുതൽ പ്രതിഫലിക്കുന്ന ഗ്രഹം ശുക്രൻ.
ദെൻ പ്രണയത്തിൻ്റെയും സൗന്ദര്യത്തിൻ്റെയും റോമൻ ദേവതയായ വീനസിൻ്റെ പേര് നൽകിയിട്ടുള്ള ഗ്രഹം ശുക്രൻ. ദെൻ സൂര്യൻ പടിഞ്ഞാറുദിച്ച് കിഴക്ക് അസ്തമിക്കുന്നത് ഏത് ഗ്രഹത്തിലാണ്? ശുക്രനിലാണ്. സൂര്യൻ പടിഞ്ഞാറുദിച്ച് കിഴക്ക് അസ്തമിക്കുന്നത് ശുക്രനിലാണ്. ദെൻ ഒരു ഉപഗ്രഹം മാത്രമുള്ള സൗരയൂഥത്തിലെ ഗ്രഹം ഭൂമി. ഒരു ഉപഗ്രഹം മാത്രമുള്ള സൗരയൂഥത്തിലെ ഏക ഗ്രഹമാണ് ഭൂമി. ദെൻ ഭൂമിയുടെ ഏറ്റവും അടുത്തുള്ള ആകാശഗോളം ചന്ദ്രൻ. നീലഗ്രഹം എന്നറിയപ്പെടുന്നത് ഏതാണ്? ഭൂമി. നീലഗ്രഹം എന്നറിയപ്പെടുന്നത് ഭൂമി. ദെൻ ഏറ്റവും സാന്ദ്രത കൂടിയ ഗ്രഹം ഏതാണ്? ഭൂമി. ഏറ്റവും സാന്ദ്രത കൂടിയ ഗ്രഹം ഭൂമി. ചുവന്ന ഗ്രഹം, തുരുമ്പിച്ച ഗ്രഹം എന്നിങ്ങനെ അറിയപ്പെടുന്നത് ചൊവ്വ. ചുവന്ന ഗ്രഹം, തുരുമ്പിച്ച ഗ്രഹം എന്നിങ്ങനെ അറിയപ്പെടുന്നത് ചൊവ്വ. 2 ഉപഗ്രഹങ്ങളുള്ള സൗരയൂഥത്തിലെ ഏക ഗ്രഹം ചൊവ്വ. റോമാക്കാരുടെ യുദ്ധദേവനായ മാൾസിൻ്റെ പേര് നൽകപ്പെട്ടിട്ടുള്ള ഗ്രഹം ചൊവ്വ. സൗരയൂഥത്തിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടിയായ ഒളിമ്പസ് മോൺസ് ഏത് ഗ്രഹത്തിലാണ്? ചൊവ്വയിലാണ്. സൗരയൂഥത്തിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടിയായ ഒളിമ്പസ് മോൺസ് ഏത് ഗ്രഹത്തിലാണ്? ചൊവ്വയിൽ. ദെൻ സൗരയൂഥത്തിലെ പ്രസിദ്ധമായ ചിഹ്നഗ്രഹ ബെൽറ്റ് ഏതൊക്കെ ഗ്രഹങ്ങൾക്കിടയിലാണ്? ചൊവ്വയ്ക്കും വ്യാഴത്തിനും ഇടയിലാണ് സൗരയൂഥത്തിലെ പ്രസിദ്ധമായ ചിഹ്നഗ്രഹ ബെൽറ്റ് എന്നറിയപ്പെടുന്നത്. ദെൻ ഭൂമിയുടേതിന് സമാനമായ ദിനരാത്രങ്ങളുള്ള ഗ്രഹമാണ് ചൊവ്വ. ഏറ്റവും കൂടുതൽ ഉപഗ്രഹങ്ങളുള്ള ഗ്രഹം വ്യാഴം. സൗരയൂഥത്തിലെ ഏറ്റവും വലിയ ഉപഗ്രഹമായ ഗാനിമീഡ് ഏത് ഗ്രഹത്തെ വലം വയ്ക്കുന്നതാണ്? വ്യാഴത്തെ വലം വയ്ക്കുന്നതാണ് ഗാനിമീഡ്. ഗാനിമീഡാണ് സൗരയൂഥത്തിലെ ഏറ്റവും വലിയ ഉപഗ്രഹം. ദെൻ ഏറ്റവും വേഗത്തിൽ ഭ്രമണം ചെയ്യുന്ന ഗ്രഹമാണ് വ്യാഴം. ഏറ്റവും വേഗത്തിൽ ഭ്രമണം ചെയ്യുന്ന ഗ്രഹം വ്യാഴം. വ്യാഴവട്ടം എന്നറിയപ്പെടുന്ന കാലയളവ് ഭൂമിയിലെ എത്ര വർഷത്തോളമാണ്? 12 വർഷമാണ് വ്യാഴവട്ടം എന്നറിയുന്ന കാലയളവ്. ദെൻ സൗരയൂഥത്തിലെ രണ്ടാമത്തെ വലിയ ഗ്രഹം ശനി. ആകർഷകമായ വലയങ്ങൾ ഏത് ഗ്രഹത്തിൻ്റെ പ്രത്യേകതയാണ്? ശനിയുടെ പ്രത്യേകതയാണ്. ദെൻ ഏറ്റവും കൂടുതൽ ഉപഗ്രഹങ്ങളുള്ള രണ്ടാമത്തെ ഗ്രഹം ശനി. ഏറ്റവും കൂടുതൽ ഉപഗ്രഹങ്ങളുള്ള രണ്ടാമത്തെ ഗ്രഹം ശനി. ഡൽഹിക്കു സമീപം ആരവല്ലി പർവ്വതത്തിൻ്റെ വടക്കേ അറ്റത്ത് കച്ച് മുതൽ ആരംഭിക്കുന്ന ഭൂഭാഗം ഏത് ഉപദ്വീപീയ ഖണ്ഡമാണ്? ഡൽഹിക്കു സമീപം ആരവല്ലി പർവ്വതത്തിൻ്റെ വടക്കേ അറ്റത്ത് കച്ച് മുതൽ ആരംഭിക്കുന്ന ഭൂഭാഗം ഏത് ഉപദ്വീപീയ ഖണ്ഡം. ദെൻ പടിഞ്ഞാറ് രാജസ്ഥാൻ, വടക്കുകിഴക്ക് മേഘാലയ പീഠഭൂമി. പടിഞ്ഞാറ് രാജസ്ഥാൻ, വടക്കുകിഴക്ക് മേഘാലയ പീഠഭൂമി, കർബി അങ്ലോങ് പീഠഭൂമി എന്നിങ്ങനെ ഏത് ഭൂഭാഗത്തിൻ്റെ തുടർച്ചയാണ്? ഉപദ്വീപീയ ഖണ്ഡത്തിൻ്റെ തുടർച്ചയാണ്. ദെൻ ഇന്ത്യയുടെ വടക്കു കിഴക്കൻ ഭാഗത്തെ ഛോട്ടാ നാഗ്പൂർ പീഠഭൂമിയിൽ നിന്നും വേർതിരിക്കുന്നത് എന്താണ്? പശ്ചിമ ബംഗാളിലെ മാൾഡ ഭ്രംശ തടമാണ്. ഇന്ത്യയുടെ വടക്കു കിഴക്കൻ ഭാഗത്തെ ഛോട്ടാ നാഗ്പൂർ പീഠഭൂമിയിൽ നിന്ന് വേർതിരിക്കുന്നത് എന്താണ്? പശ്ചിമ ബംഗാളിലെ മാൾഡ ഭ്രംശ തടമാണ്. ദെൻ വളരെ പഴക്കമുള്ള ഗ്രാനൈറ്റ്, നൈസ് എന്നിവയാൽ പ്രധാനമായും രൂപപ്പെട്ടിരിക്കുന്ന ഇന്ത്യയിലെ ഭൂഭാഗം ഏത് ഉപദ്വീപീയ ഖണ്ഡമാണ്? വളരെ പഴക്കമുള്ള ഗ്രാനൈറ്റ്, നൈസ് എന്നിവയാൽ പ്രധാനമായും രൂപപ്പെട്ടിരിക്കുന്നത് ഇന്ത്യയിലെ ഭൂഭാഗം ഉപദ്വീപീയ ഖണ്ഡം. ദെൻ ഭ്രംശ താഴ്വരകൾക്ക് രൂപം നൽകുന്ന ഇന്ത്യയിലെ പ്രധാന നദികളേവ? നർമ്മദ, മഹാനദി, താപ്തി എന്നിവയാണ് ഭ്രംശ താഴ്വരയ്ക്ക് രൂപം നൽകുന്ന ഇന്ത്യയിലെ പ്രധാന നദികൾ. നർമ്മദ, മഹാനദി, താപ്തി. ദെൻ ഉപദ്വീപീയ ഖണ്ഡത്തിൽ സ്ഥിതി ചെയ്യുന്ന പ്രധാന അവശിഷ്ട പർവ്വതങ്ങൾ ഏതെല്ലാം? ആരവല്ലി കുന്നുകൾ, നല്ലമലൈ കുന്നുകൾ, ജാവടി കുന്നുകൾ, വേളികൊണ്ട കുന്നുകൾ, പൽക്കൊണ്ട നിര, മഹേന്ദ്രഗിരി കുന്നുകൾ എന്നിവയാണ് ഉപദ്വീപീയ ഖണ്ഡത്തിൽ സ്ഥിതി ചെയ്യുന്ന പ്രധാന അവശിഷ്ട പർവ്വതങ്ങൾ. ദെൻ ഇന്ത്യയുടെ വടക്കു പടിഞ്ഞാറ് ഭാഗത്ത് വടക്കു പടിഞ്ഞാറ് നിന്നും തെക്കു കിഴക്ക് ദിശയിലേക്ക് വ്യാപിച്ചിരിക്കുന്ന പർവ്വത നിര ഏതാണ്? ഹിമാലയൻ നിരയാണ്. വടക്കു പടിഞ്ഞാറ് ഭാഗത്തായിട്ട് വടക്കു പടിഞ്ഞാറ് നിന്നും തെക്കു കിഴക്ക് ദിശയിലേക്ക് വ്യാപിച്ചിരിക്കുന്ന പർവ്വതനിര ഹിമാലയൻ പർവ്വതനിരയാണ്. ഡാർജിലിംഗ്, സിക്കിം പ്രദേശങ്ങളിൽ ഹിമാലയം സ്ഥിതി ചെയ്യുന്ന ദിശ കിഴക്ക് പടിഞ്ഞാറ് ദിശയിലാണ്. ഡാർജിലിംഗ്, സിക്കിം പ്രദേശങ്ങളിൽ ഹിമാലയം സ്ഥിതി ചെയ്യുന്ന ദിശ കിഴക്ക് പടിഞ്ഞാറ് ദിശ. ദെൻ ഹിമാലയം നിര തെക്കു പടിഞ്ഞാറ് വടക്കു പടിഞ്ഞാറ് ദിശയിൽ കാണപ്പെടുന്നത് എവിടെയാണ്? അരുണാചൽ പ്രദേശിലാണ് ഹിമാലയൻ നിര തെക്കു പടിഞ്ഞാറ് ടു വടക്കു പടിഞ്ഞാറ് ദിശയിലായിട്ട് കാണപ്പെടുന്നത്. ദെൻ നാഗാലാൻഡ്, മണിപ്പൂർ, മിസോറാം പ്രദേശങ്ങളിൽ വടക്കു തെക്കായി സ്ഥിതി ചെയ്യുന്ന പർവ്വതനിര ഏത്? ഹിമാലയൻ നിരയാണ് നാഗാലാൻഡ്, മണിപ്പൂർ, മിസോറാം പ്രദേശങ്ങളിൽ വടക്കു തെക്കായിട്ട് സ്ഥിതി ചെയ്യുന്നത്. ദെൻ മധ്യനിര, സെൻട്രൽ ആക്സിയൽ റേഞ്ച് എന്നും അറിയപ്പെടുന്ന ഹിമാലയൻ നിര ഏതാണ്? ഗ്രേറ്റ് ഹിമാലയമാണ് മധ്യനിര അഥവാ സെൻട്രൽ ആക്സിയൽ റേഞ്ച് എന്നും അറിയപ്പെടുന്നത്. ദെൻ വടക്കു കിഴക്ക് ഭാഗം ശീത മരുഭൂമിയായ ഹിമാലയ ഭാഗം ഏത്? കശ്മീർ ഹിമാലയമാണ് വടക്കു കിഴക്ക് ഭാഗം ശീത മരുഭൂമിയായ ഹിമാലയ ഭാഗം. ദെൻ അടുത്ത ചോദ്യം, ലഡാക്ക്, സസ്കർ, പീർ പഞ്ചൽ എന്നീ നിരകൾ ഉൾപ്പെടുന്ന ഹിമാലയ ഭാഗം ഏത്? കശ്മീർ ഹിമാലയമാണ്. ലഡാക്ക്, സസ്കർ, പീർ പഞ്ചൽ എന്നീ നിരകൾ ഉൾപ്പെടുന്ന ഹിമാലയ ഭാഗം കശ്മീർ ഹിമാലയമാണ്. ദെൻ ഹിമാനി നിക്ഷേപ
ഭൂരൂപമായ മൊറൈനുകളോടൊപ്പമുള്ള ഹിമാനി കളിമണ്ണും മറ്റു വസ്തുക്കളും ചേർന്ന് രൂപപ്പെടുന്ന കനമേറിയ നിക്ഷേപം ഏത്? കരേവയാണ്. ഹിമാനി നിക്ഷേപ ഭൂരൂപമായ മൊറൈനുകളോടൊപ്പമുള്ള ഹിമാനി കളിമണ്ണും മറ്റു വസ്തുക്കളും ചേർന്ന് രൂപപ്പെടുന്ന കനമേറിയ നിക്ഷേപം ഏത്? കരേവ നിക്ഷേപമാണ്. കരേവ നിക്ഷേപത്തിന് പ്രസിദ്ധമായ ഹിമാലയൻ ഭാഗം കശ്മീർ ഹിമാലയമാണ്. കരേവ നിക്ഷേപത്തിന് പ്രസിദ്ധമായ ഹിമാലയൻ ഭാഗം കശ്മീർ ഹിമാലയം. എന്തിൻ്റെ കൃഷിക്കാണ് കരേവ മണ്ണ് ഏറെ പ്രസിദ്ധമായത്, അനുയോജ്യമായത്? കുങ്കുമം കൃഷിക്കാണ്. കുങ്കുമത്തിൻ്റെ കൃഷിക്കാണ്. ദെൻ സോജില, ബനിഹാൾ, ഹോട്ടുല, കർദൂങ്ല എന്നീ ചുരങ്ങൾ സ്ഥിതി ചെയ്യുന്ന ഹിമാലയൻ ഭാഗം ഏത്? കശ്മീർ ഹിമാലയമാണ്. സോജില, ബനിഹാൾ, ഹോട്ടുല, കർദുങ്ല എന്നീ ചുരങ്ങൾ സ്ഥിതി ചെയ്യുന്ന ഹിമാലയൻ ഭാഗം കശ്മീർ ഹിമാലയം. ദെൻ ഏത് മലനിരയിലുള്ള ചുരമാണ് ബനിഹാൾ? പീർ പഞ്ചൽ നിരയിലുള്ള മലനിരയാണ് ബനിഹാൾ. ഏത് മലനിരയിലുള്ള ചുരമാണ് ബനിഹാൾ? പീർ പഞ്ചൽ. ദെൻ സസ്കർ മലനിരയിലെ പ്രധാനപ്പെട്ട മലമ്പാത ഏത്? ഹോട്ടുല. ഫോട്ടുലായാണ് സസ്കർ മലനിരയിലുള്ള പ്രധാനപ്പെട്ട മലമ്പാത. ദെൻ കർദൂങ് ല ചുരം സ്ഥിതി ചെയ്യുന്ന മലനിര ഏത്? ലഡാക്ക് മലനിരയിലാണ് കർദൂങ് ല ചുരം സ്ഥിതി ചെയ്യുന്നത്. ലഡാക്ക് മലനിരയിലാണ്. ദെൻ കശ്മീർ ഹിമാലയം ഭാഗത്തെ പ്രധാനപ്പെട്ട ശുദ്ധജല തടാകങ്ങൾ ഏതെല്ലാം? ധാലും വൂളാറുമാണ്. കശ്മീർ ഹിമാലയം ഭാഗത്തെ പ്രധാനപ്പെട്ട ശുദ്ധജല തടാകങ്ങൾ ധാലും വൂളാറും. ദെൻ പാങ്കോങ് സോ മൊരീരി എന്നീ ലവണജല തടാകങ്ങൾ സ്ഥിതി ചെയ്യുന്ന പ്രദേശമേത്? കശ്മീർ ഹിമാലയമാണ്. പാങ്കോങ് സോ മൊരീരി എന്നീ ലവണജല തടാകങ്ങൾ സ്ഥിതി ചെയ്യുന്ന പ്രദേശം കശ്മീർ ഹിമാലയം. ദെൻ കശ്മീർ ഹിമാലയം ഭാഗത്തെ പ്രധാനപ്പെട്ട തീർത്ഥാടന കേന്ദ്രങ്ങളേവ? വൈഷ്ണവോ ദേവി ടെമ്പിളും അമർനാഥ് ഗുഹയും ശരാർ ഇ ഷെരീഫുമാണ്. ദെൻ ശ്രീനഗർ പട്ടണം ഏത് നദിയുടെ തീരത്താണ് സ്ഥിതി ചെയ്യുന്നത്? ജലം നദിയുടെ തീരത്താണ്. ജലം നദിയുടെ തീരത്താണ് ശ്രീനഗർ പട്ടണം. ദെൻ യുവത്വഘട്ടത്തിലായിട്ടും വക്രവലയങ്ങൾക്ക് രൂപം നൽകുന്ന കശ്മീർ താഴ്വരയിലെ നദി ഏത്? ഝലം നദിയാണ്. യുവത്വഘട്ടത്തിലായിട്ടും വക്രവലയങ്ങൾക്ക് രൂപം നൽകുന്ന കശ്മീർ താഴ്വരയിലെ നദി ഝലം നദി. ദെൻ അത്രയാണ് നമ്മുടെ ജിയോഗ്രഫി പാർട്ടിൽ നിന്നുള്ള ചോദ്യങ്ങൾ. ഇനി നമുക്ക് ബയോളജിയിൽ നിന്നുള്ള ചോദ്യങ്ങൾ നോക്കാം. സൂര്യപ്രകാശത്തെ ആഗിരണം ചെയ്യാൻ കഴിവുള്ള വർണ്ണകങ്ങൾ കാണപ്പെടുന്നത് ഹരിത കണത്തിലെ ഏതു ഭാഗത്താണ്? ഗ്രാനകളിലാണ്. സൂര്യപ്രകാശത്തെ ആഗിരണം ചെയ്യാൻ കഴിവുള്ള വർണ്ണകങ്ങൾ കാണപ്പെടുന്നത് ഹരിത കണത്തിലെ ഏതു ഭാഗത്താണ്? ഗ്രാനകളിലാണ്. ദെൻ പ്രകാശ സംശ്ലേഷണം നടക്കുന്ന സസ്യഭാഗം ഏതാണ്? പ്രകാശ സംശ്ലേഷണം നടക്കുന്ന സസ്യഭാഗം ഹരിത കണം കാണുന്ന എല്ലാ ഭാഗത്തും പ്രകാശ സംശ്ലേഷണം നടക്കുന്നു. ദെൻ അടുത്ത ചോദ്യം, ഗ്രാനയിലുള്ള വർണ്ണകങ്ങൾ ഏതെല്ലാം? ഗ്രാനയിലുള്ള വർണ്ണകങ്ങൾ ഏതെല്ലാം? ഹരിതകം എ, ദെൻ ക്ലോറോഫിൽ എ, ഹരിതകം ബി അഥവാ ക്ലോറോഫിൽ ബി, കാരോട്ടിൻ, സാന്തോഫിൽ എന്നിവയാണ്. ദെൻ പ്രകാശ സംശ്ലേഷണത്തിൽ നേരിട്ട് പങ്കെടുക്കാനാവുന്ന ഏക വർണ്ണകം ഏത്? ഹരിതകം എ. ഹരിതകം എ ആണ് പ്രകാശ സംശ്ലേഷണത്തിൽ നേരിട്ട് പങ്കെടുക്കാനാവുന്ന ഏക വർണ്ണകം, ഹരിതകം എ. ദെൻ പ്രകാശത്തെ ആഗിരണം ചെയ്ത് ഹരിതകം എയിലേക്ക് കൈമാറുന്നതിനാൽ സഹായക വർണ്ണകങ്ങൾ എന്നറിയപ്പെടുന്നത് ഏതെല്ലാം? ഹരിതകം ബിയും കാരോട്ടിനും സാന്തോഫിലുമാണ്. ഹരിതകം ബി, കാരോട്ടിൻ ആൻഡ് സാന്തോഫിൽ. ദെൻ സസ്യങ്ങളിലെ പ്രകാശ സംശ്ലേഷണത്തിൻ്റെ രണ്ട് ഘട്ടങ്ങളേവ? പ്രകാശഘട്ടവും ഇരുണ്ട ഘട്ടവുമാണ്. സസ്യങ്ങളിലെ പ്രകാശ സംശ്ലേഷണത്തിൻ്റെ രണ്ട് ഘട്ടങ്ങൾ പ്രകാശഘട്ടവും ഇരുണ്ട ഘട്ടവും. പ്രകാശ സംശ്ലേഷണത്തിൻ്റെ പ്രകാശഘട്ടം നടക്കുന്നത് എവിടെ? ഗ്രാനയിൽ വെച്ചിട്ടാണ്. ഇരുണ്ട ഘട്ടം നടക്കുന്നത് എവിടെയാണ്? സ്ട്രോമയിൽ വെച്ചിട്ടാണ്. ദെൻ ജലം വിഘടിച്ച് ഓക്സിജൻ പുറന്തള്ളപ്പെടുകയും ഹൈഡ്രജൻ സ്ട്രോമയിൽ എത്തുകയും ചെയ്യുന്ന പ്രകാശ സംശ്ലേഷണത്തിൻ്റെ ഘട്ടം പ്രകാശഘട്ടമാണ്. പ്രകാശോർജം രാസോർജമാക്കി ATPയിൽ സംഭരിക്കപ്പെടുന്നത് ഏത് ഘട്ടത്തിലാണ്? പ്രകാശഘട്ടത്തിലാണ്. ദെൻ ATPയിലെ ഊർജം ഉപയോഗിച്ച് ഹൈഡ്രജനെ കാർബൺ ഡയോക്സൈഡുമായി കൂട്ടിച്ചേർത്ത് ഗ്ലൂക്കോസ് നിർമ്മിക്കുന്ന പ്രകാശ സംശ്ലേഷണത്തിലെ ഘട്ടം ഇരുണ്ട ഘട്ടമാണ്. ദെൻ പ്രകാശം ഉപയോഗിക്കാത്ത പ്രകാശ സംശ്ലേഷണത്തിലെ ഘട്ടം ഇരുണ്ട ഘട്ടം. പ്രകാശ സംശ്ലേഷണത്തിലെ ഇരുണ്ട ഘട്ടത്തിൽ നടക്കുന്ന ചാക്രിക രാസപ്രവർത്തനങ്ങൾ കണ്ടെത്തിയതിന് 1961 നോബൽ സമ്മാനം ലഭിച്ചത് ആർക്കാണ്? മെൽവിൻ കാൽവിനാണ്. മെൽവിൻ കാൽവിൻ. ദെൻ കാൽവിൻ ചക്രം എന്നറിയപ്പെടുന്നത് ഏതു ഘട്ടത്തിലെ രാസപ്രവർത്തനങ്ങളാണ്? ഇരുണ്ട ഘട്ടത്തിലെ രാസപ്രവർത്തനങ്ങൾക്കാണ് കാൽവിൻ ചക്രം എന്നറിയപ്പെടുന്നത്. ദെൻ ചെറുകുടലിൻ്റെ ഭിത്തിയിൽ കാണുന്ന സൂക്ഷ്മങ്ങളായ വിരലുകൾ പോലുള്ള ഭാഗങ്ങൾ വില്ലസുകളാണ്. ചെറുകുടലിനകത്തെ പോഷക ആഗിരണത്തിനുള്ള പ്രതല വിസ്തീർണം അനേകം മടങ്ങ് വർദ്ധിപ്പിക്കുന്നത് എന്താണ്? വില്ലസുകളാണ്.
വില്ലസുകളിൽ കാണപ്പെടുന്ന രണ്ട് ഭാഗങ്ങളേവ രക്തലോമികകളും ലാക്റ്റിയലുകളുമാണ്. വില്ലസുകളിൽ കാണപ്പെടുന്ന രണ്ട് ഭാഗങ്ങൾ രക്തലോമികകളും ലാക്റ്റിയലുകളും. വില്ലസുകളിൽ കാണപ്പെടുന്ന ലിംഫ് ലോമികകൾ ഏത് പേരിൽ അറിയപ്പെടുന്നു? ലാക്റ്റിയലുകൾ എന്നറിയപ്പെടുന്നു. ദെൻ ഗ്ലൂക്കോസ്, ഫ്രക്ടോസ്, അമിനോ ആസിഡ് എന്നിവ രക്തത്തിലേക്ക് ആഗിരണം ചെയ്യപ്പെടുന്ന വില്ലസിൻ്റെ ഭാഗം രക്തലോമികകളാണ്. ദെൻ പോഷക ഘടകങ്ങളുടെയും 90% ജലത്തിൻ്റെയും ആഗിരണം നടക്കുന്നത് ഏതിലൂടെയാണ്? വില്ലസുകളിലൂടെയാണ് പോഷക ഘടകങ്ങളുടെയും 90% ജലത്തിൻ്റെയും ആഗിരണം നടക്കുന്നത്. ദെൻ ഫാറ്റി ആസിഡ്, ഗ്ലിസറോൾ എന്നിവ ആഗിരണം ചെയ്യുന്ന വില്ലസിൻ്റെ ഭാഗമേത്? ലാക്റ്റിയലുകളാണ്. ഫാറ്റി ആസിഡ്, ഗ്ലിസറോൾ എന്നിവ ആഗിരണം ചെയ്യുന്ന വില്ലസിൻ്റെ ഭാഗം ലാക്റ്റിയലുകൾ. തന്മാത്രകളുടെ ഗാഢത കൂടിയ ഭാഗത്തു നിന്നും ഗാഢത കുറഞ്ഞ ഭാഗത്തേക്കുള്ള ഒഴുക്കിന് ഉദാഹരണങ്ങളേവ? സിമ്പിൾ ഡിഫ്യൂഷൻ, ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ, ഓസ്മോസിസ് എന്നിവയാണ്. സിമ്പിൾ ഡിഫ്യൂഷനും ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷനും ഓസ്മോസിസും തന്മാത്രകളുടെ ഗാഢത കൂടിയ ഭാഗത്തു നിന്നും ഗാഢത കുറഞ്ഞ ഭാഗത്തേക്കുള്ള ഒഴുക്കിൻ്റെ ഉദാഹരണങ്ങളാണ്. ഗാഢത കൂടിയ ഭാഗത്തു നിന്നും ഗാഢത കുറഞ്ഞ ഭാഗത്തേക്ക് ഇരുഭാഗത്തേക്കും ഗാഢത തുല്യമാകുന്നതുവരെ തന്മാത്രകൾ ഒഴുകുന്ന പ്രക്രിയ ഏതാണ്? സിമ്പിൾ ഡിഫ്യൂഷനാണ്. ഗാഢത കൂടിയ ഭാഗത്തു നിന്നും കുറഞ്ഞ ഭാഗത്തേക്ക് ഇരുഭാഗത്തെയും ഗാഢത തുല്യമാകുന്നതുവരെ തന്മാത്രകൾ ഒഴുകുന്ന പ്രക്രിയയാണ് സിമ്പിൾ ഡിഫ്യൂഷൻ. ലാക്റ്റിയലിലേക്ക് ഫാറ്റി ആസിഡ്, ഗ്ലിസറോൾ എന്നിവയുടെ ആഗിരണം നടക്കുന്നത് ഏത് പ്രക്രിയയിലൂടെ? സിമ്പിൾ ഡിഫ്യൂഷനിലൂടെയാണ്. ദെൻ വായുവിൽ ഗന്ധം വ്യാപിക്കുന്നതും മഷി വെള്ളത്തിൽ പടരുന്നതും ഏത് പ്രക്രിയയ്ക്ക് ഉദാഹരണമാണ്? സിമ്പിൾ ഡിഫ്യൂഷന് ഉദാഹരണമാണ്. ദെൻ കോശസ്തരത്തിലെ പ്രോട്ടീൻ തന്മാത്രകളുടെ സഹായത്തോടെ ചില തന്മാത്രകളുടെ ഡിഫ്യൂഷൻ നടക്കുന്നത് ഏത് പേരിൽ അറിയപ്പെടുന്നു? ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ എന്നറിയപ്പെടുന്നു. കോശസ്തരത്തിലെ പ്രോട്ടീൻ തന്മാത്രകളുടെ സഹായത്തോടെ ചില തന്മാത്രകളുടെ ഡിഫ്യൂഷൻ നടക്കുന്നത് ഏത് പേരിൽ അറിയപ്പെടുന്നു? ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ എന്നറിയപ്പെടുന്നു. ദെൻ ഗ്ലൂക്കോസ്, ഫ്രക്ടോസ്, ഗാലക്ടോസ്, ചില അമിനോ ആസിഡുകൾ ഇവയുടെ രക്തലോമികകളിലേക്കുള്ള ആഗിരണത്തിന് കാരണമായ പ്രക്രിയ ഏതാണ്? ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ വഴിയാണ് ഗ്ലൂക്കോസും ഫ്രക്ടോസും ഗാലക്ടോസും മറ്റു ചില അമിനോ ആസിഡുകളും രക്തലോമികകളിലേക്ക് ആഗിരണം ചെയ്യപ്പെടുന്നത്. ദെൻ ഗാഢത കൂടിയ ഭാഗത്തു നിന്നും കുറഞ്ഞ ഭാഗത്തേക്ക് ഒരു അർദ്ധതാര്യ സ്തരത്തിലൂടെയുള്ള ജലതന്മാത്രകളുടെ പ്രവാഹം ഏത് പേരിൽ അറിയപ്പെടുന്നു? ഓസ്മോസിസ് എന്നറിയപ്പെടുന്നു. ദെൻ ജലത്തിൻ്റെ ആഗിരണം നടക്കുന്നത് ഏത് പ്രക്രിയയിലൂടെയാണ്? ഓസ്മോസിസ് വഴിയാണ് ജലത്തിൻ്റെ ആഗിരണം നടക്കുന്നത്. ദെൻ ഗാഢതാക്രമത്തിന് വിപരീതമായി ഗാഢത കുറഞ്ഞ ഭാഗത്തു നിന്നും കൂടിയ ഭാഗത്തേക്ക് ഊർജം ഉപയോഗിച്ച് വാഹക പ്രോട്ടീനുകളുടെ സഹായത്താൽ തന്മാത്രകൾ ആഗിരണം ചെയ്യപ്പെടുന്ന പ്രക്രിയ ഏത്? ആക്റ്റീവ് ട്രാൻസ്പോർട്ടാണ്. ഗാഢതാക്രമത്തിന് വിപരീതമായി ഗാഢത കുറഞ്ഞ ഭാഗത്തു നിന്നും കൂടിയ ഭാഗത്തേക്ക് ഊർജം ഉപയോഗിച്ച് വാഹക പ്രോട്ടീനുകളുടെ സഹായത്താൽ തന്മാത്രകൾ ആഗിരണം ചെയ്യപ്പെടുന്ന പ്രക്രിയ ആക്റ്റീവ് ട്രാൻസ്പോർട്ടാണ്. ദെൻ ചെറുകുടലിൽ ഗ്ലൂക്കോസ്, ലവണങ്ങൾ എന്നിവയുടെ ഗാഢത കുറയുമ്പോൾ ആഗിരണം നടക്കുന്നത് ഏത് പ്രക്രിയയിലൂടെയാണ്? ആക്റ്റീവ് ട്രാൻസ്പോർട്ട് വഴിയാണ്. ദെൻ കോശത്തിൻ്റെ ആവശ്യത്തിനനുസരിച്ച് അല്പം പോലും നഷ്ടപ്പെടാതെ പരമാവധി ഗ്ലൂക്കോസും ലവണങ്ങളും രക്തത്തിലേക്ക് കടക്കുന്നത് ഏത് പ്രക്രിയയിലൂടെയാണ്? ആക്റ്റീവ് ട്രാൻസ്പോർട്ടിലൂടെയാണ്. കോശത്തിൻ്റെ ആവശ്യത്തിനനുസരിച്ച് അല്പം പോലും നഷ്ടപ്പെടാതെ പരമാവധി ഗ്ലൂക്കോസും ലവണങ്ങളും രക്തത്തിലേക്ക് കടക്കുന്നത് ഏത് പ്രക്രിയയിലൂടെയാണ്? ആക്റ്റീവ് ട്രാൻസ്പോർട്ടിലൂടെയാണ്. ദെൻ ചെറുകുടലിൽ വെച്ച് ആഗിരണം ചെയ്യപ്പെട്ടു കഴിഞ്ഞ ശേഷം അവശേഷിക്കുന്ന ഭൂരിഭാഗം ലവണങ്ങളും ജലവും ആഗിരണം ചെയ്യപ്പെടുന്നത് എവിടെയാണ്? വൻകുടലിൽ വെച്ചിട്ടാണ്. ചെറുകുടലിൽ വെച്ച് ആഗിരണം ചെയ്യപ്പെട്ടു കഴിഞ്ഞ ശേഷം അവശേഷിക്കുന്ന ഭൂരിഭാഗം ലവണങ്ങളും ജലവും ആഗിരണം ചെയ്യപ്പെടുന്നത് വൻകുടലിൽ വെച്ചിട്ടാണ്. ദെൻ വിറ്റാമിൻ കെ ഉൽപ്പാദിപ്പിക്കുന്ന ബാക്ടീരിയകൾ കാണപ്പെടുന്നത് എവിടെ? വൻകുടലിലാണ് വിറ്റാമിൻ കെ ഉൽപ്പാദിപ്പിക്കുന്ന ബാക്ടീരിയകൾ കാണപ്പെടുന്നത്. വിറ്റാമിൻ കെ പോലുള്ള പദാർത്ഥങ്ങളുടെ ആഗിരണം നടക്കുന്നത് എവിടെ? വൻകുടലിൽ വെച്ചിട്ടാണ് വിറ്റാമിൻ കെ പോലുള്ള പദാർത്ഥങ്ങളുടെ ആഗിരണം നടക്കുന്നത്. ദെൻ ദഹന പ്രക്രിയ പൂർണ്ണമാകാൻ എത്ര സമയം വേണ്ടിവരുന്നു? 4 മുതൽ 5 മണിക്കൂർ വരെയാണ് ദഹന പ്രക്രിയ പൂർണ്ണമാകാൻ വേണ്ടിവരുന്ന സമയം. 4 മുതൽ 5 മണിക്കൂർ വരെ. ദെൻ രക്തം കട്ട പിടിക്കുന്നത് തടയാനുള്ള രാസവസ്തുവിന് ഉദാഹരണം എത്തിലീൻ ഡൈ അമൈൻ ടെട്രാ അസറ്റിക് ആസിഡ് അഥവാ EDTA ആണ്. എത്തിലീൻ ഡയമീൻ ടെട്രാ അസറ്റിക് ആസിഡ് അഥവാ EDTA രക്തം കട്ട പിടിക്കുന്നത് തടയാനുള്ള രാസവസ്തുവിൻ്റെ ഉദാഹരണമാണ് EDTA. ദെൻ ഇത്രയും നേരം നമ്മൾ നോക്കിയത് ബയോളജിയിൽ നിന്നുള്ള ചോദ്യങ്ങളാണ്. ദെൻ നമുക്ക് ഫിസിക്സിലും കെമിസ്ട്രിയിലും കൂടെയുള്ള ചോദ്യങ്ങൾ നോക്കാം. ദൈവകണം എന്ന് വിശേഷിപ്പിക്കുന്നത് എന്തിനെയാണ്? ഹിഗ്സ് ബോസോൺ കണത്തെയാണ് ദൈവകണം എന്ന് വിശേഷിപ്പിക്കുന്നത്. സഹസംയോജക ബന്ധത്തിൽ ഏർപ്പെട്ട 2 ആറ്റങ്ങൾക്കിടയിൽ പങ്കുവച്ച ഇലക്ട്രോൺ ജോഡികളെ ആകർഷിക്കാനുള്ള അതത് ആറ്റത്തിൻ്റെ കഴിവിനെ എങ്ങനെ അറിയപ്പെടുന്നു? ഇലക്ട്രോനെഗറ്റിവിറ്റി എന്നറിയപ്പെടുന്നു. ദെൻ ഏറ്റവും പ്രചാരത്തിലുള്ള ഇലക്ട്രോനെഗറ്റിവിറ്റി സ്കെയിൽ ആയ
ഏറ്റവും പ്രചാരത്തിലുള്ള ഇലക്ട്രോനെഗറ്റിവിറ്റി സ്കെയിലായ പോളിംഗ് സ്കെയിൽ ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞൻ ലീനസ് പോളിംഗ് ആണ്. ലീനസ് പോളിംഗ്. ദെൻ ഇലക്ട്രോനെഗറ്റിവിറ്റി ഏറ്റവും കൂടിയ മൂലകം ഫ്ലൂറിനാണ്. ഇലക്ട്രോനെഗറ്റിവിറ്റി ഏറ്റവും കൂടിയ മൂലകം ഫ്ലൂറിൻ. ഇലക്ട്രോനെഗറ്റിവിറ്റി കൂടിയ രണ്ടാമത്തെ മൂലകം ഓക്സിജനാണ്. ക്ലോറിൻ മൂന്നാമതും നൈട്രജൻ നാലാമതും. ദെൻ ഒരു സംയുക്തത്തിലെ ഘടകമൂലകങ്ങളുടെ ഇലക്ട്രോനെഗറ്റിവിറ്റി വിലകൾ തമ്മിലുള്ള വ്യത്യാസം 1.7 അതിൽ കൂടുതലോ ആണെങ്കിൽ അത് ഏത് സ്വഭാവം കാണിക്കുന്നു? അയോണിക സ്വഭാവം കാണിക്കുന്നു. ഒരു സംയുക്തത്തിലെ ഘടകമൂലകങ്ങളുടെ ഇലക്ട്രോനെഗറ്റിവിറ്റി വിലകൾ തമ്മിലുള്ള വ്യത്യാസം 1.7 അതിൽ കൂടുതലോ ആണെങ്കിൽ അത് ഏത് സ്വഭാവം കാണിക്കുന്നു? അയോണിക സ്വഭാവം കാണിക്കുന്നു. ഒരു സംയുക്തത്തിലെ ഘടകമൂലകങ്ങളുടെ ഇലക്ട്രോനെഗറ്റിവിറ്റി വിലകൾ തമ്മിലുള്ള വ്യത്യാസം 1.7 കുറവാണെങ്കിൽ അത് ഏത് സ്വഭാവം കാണിക്കുന്നു? സഹസംയോജക സ്വഭാവം കാണിക്കുന്നു, അഥവാ കോവലന്റ് നേച്ചർ കാണിക്കുന്നു. ദെൻ ഭാഗികമായി വൈദ്യുത ചാർജുള്ള സഹസംയോജക സംയുക്തങ്ങൾ എങ്ങനെ അറിയപ്പെടുന്നു? പോളാർ സംയുക്തങ്ങൾ എന്നാണ് അറിയപ്പെടുന്നത്. ഭാഗികമായി വൈദ്യുത ചാർജുള്ള സഹസംയോജക സംയുക്തങ്ങൾ എങ്ങനെ അറിയപ്പെടുന്നു? പോളാർ സംയുക്തങ്ങൾ എന്നറിയപ്പെടുന്നു. പോളാർ സംയുക്തങ്ങൾക്ക് ഉദാഹരണം ജലം, ഹൈഡ്രജൻ ഫ്ലൂറൈഡ്, ഹൈഡ്രജൻ ബ്രോമൈഡ് എന്നിവയാണ്. ജലം, ഹൈഡ്രജൻ ഫ്ലൂറൈഡും ഹൈഡ്രജൻ ബ്രോമൈഡും ഒക്കെ പോളാർ സംയുക്തങ്ങൾക്ക് ഉദാഹരണമാണ്. ദെൻ തന്മാത്രയുടെ ജ്യാമിതീയ ആകൃതി പോളാർ സ്വഭാവം നിർണ്ണയിക്കുന്ന സംയുക്തങ്ങൾക്ക് ഉദാഹരണങ്ങളേവ? തന്മാത്രകളുടെ ജ്യാമിതീയ ആകൃതി പോളാർ സ്വഭാവം നിർണ്ണയിക്കുന്ന സംയുക്തങ്ങൾക്ക് ഉദാഹരണങ്ങളേവ? ജലവും അമോണിയയുമാണ്. ദെൻ ജലത്തിൻ്റെ വിഭിന്ന സവിശേഷതകൾക്ക് അടിസ്ഥാനം എന്താണ്? അതിൻ്റെ പോളാർ സ്വഭാവമാണ്. ജലത്തിൻ്റെ പോളാർ സ്വഭാവമാണ് ജലത്തിൻ്റെ വിഭിന്ന സവിശേഷതകൾക്ക് അടിസ്ഥാനം. ദെൻ മോളിക്കുലാർ മാസ് കുറഞ്ഞിരുന്നിട്ടും ജലം ദ്രാവകാവസ്ഥയിലായിരിക്കാൻ കാരണം എന്താണ്? ജലത്തിൻ്റെ പോളാർ സ്വഭാവമാണ് മോളിക്കുലാർ മാസ് കുറഞ്ഞിരുന്നിട്ടും ജലം ദ്രാവകാവസ്ഥയിലാവാനുള്ള കാരണം. ദെൻ കാർബണികവും അകാർബണികവുമായ അനേകം സംയുക്തങ്ങളെ ലയിപ്പിച്ച് സാർവിക ലായകമാവാൻ ജലത്തിന് കഴിയുന്നതിൻ്റെ കാരണം ജലം പോളാർ സ്വഭാവം കാണിക്കും കൊണ്ടാണ്. ദെൻ ആൽഫ, ബീറ്റ, ഗാമ കിരണങ്ങൾ റേഡിയോ ആക്റ്റീവ് വികിരണങ്ങളാണെന്ന് തിരിച്ചറിഞ്ഞ ശാസ്ത്രജ്ഞൻ റുദർഫോർഡാണ്. ആൽഫ, ബീറ്റ, ഗാമ കിരണങ്ങൾ റേഡിയോ ആക്റ്റീവ് വികിരണങ്ങളാണെന്ന് തിരിച്ചറിഞ്ഞ ശാസ്ത്രജ്ഞൻ റുദർഫോർഡ്. സയൻറ്റിഫിക് ലബോറട്ടറികളിൽ അപകടത്തെ സൂചിപ്പിക്കുന്നതിനായി ഉപയോഗിക്കുന്ന നിറം മഞ്ഞ നിറമാണ്. ഒരു ഇമ്പോർട്ടൻറ്റ് ചോദ്യമാണിത്. സയൻറ്റിഫിക് ലബോറട്ടറികളിൽ അപകടത്തെ സൂചിപ്പിക്കുന്നതിനായി ഉപയോഗിക്കുന്ന നിറം മഞ്ഞ നിറം. പ്രകാശത്തിൻ്റെ ഏത് പ്രതിഭാസമാണ് മരീചികയ്ക്ക് കാരണമാകുന്നത്? അപവർത്തനമാണ്. മരീചികയ്ക്ക് കാരണമാകുന്നത് അപവർത്തനം. ദെൻ ചന്ദ്രനിലെ ആകാശത്തിൻ്റെ നിറം കറുപ്പ് നിറമാണ്. ചന്ദ്രനിലെ ആകാശത്തിൻ്റെ നിറം കറുപ്പ് നിറം. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നമ്മൾ ചരിത്രം, അതുപോലെ തന്നെ ഭൂമിശാസ്ത്രം, ബയോളജി, കെമിസ്ട്രി, ഫിസിക്സ് തുടങ്ങിയ ഭാഗങ്ങളിൽ നിന്നുള്ള ചോദ്യങ്ങളാണ് ഇന്ന് നോക്കിയിട്ടുള്ളത്. വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ്. ഡിഗ്രി ലെവൽ എക്സാമുകൾ എഴുതുന്ന എല്ലാവർക്കും ഉപകാരപ്രദമാവുന്ന ഒരു ക്ലാസ്സാണിത്. ക്ലാസ് മുഴുവനായിട്ടും കേൾക്കാൻ ശ്രമിക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്തുക. മറ്റൊരു ക്ലാസ്സുമായിട്ട് വീണ്ടും വരാം. താങ്ക് യു.